2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം നടന്നത് ജൂൺ 1-നായിരുന്നു. ഏകദേശം 1.5 മാസം നീണ്ട വോട്ടിംഗ് പ്രക്രിയ അവസാനിച്ചതിന് പിന്നാലെ ജൂൺ 1 വൈകുന്നേരം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു. ദേശീയതലത്തിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ എൻ.ഡി.എ മുന്നണിയുടെ ഭരണം തന്നെ തുടരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം കേരളത്തിൽ ബി.ജെ.പി ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന് ഫലങ്ങൾ സൂചന നൽകുന്നുണ്ട്. 1 മുതൽ 3 വരെ സീറ്റുകളാണ് വിവിധ സർവേകൾ ബി.ജെ.പിക്ക് പ്രവചിക്കുന്നത്. കഴിഞ്ഞ തവണ 20 ലോക്സഭാ സീറ്റുകളിൽ 19 നേടി യു.ഡി.എഫ് ചരിത്രം സൃഷ്ടിച്ചിരുന്നു. ഇത്തവണയും കേരളത്തിൽ യു.ഡി.എഫ് തരംഗമെന്ന് വ്യക്തമാക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ തവണത്തെ 19 സീറ്റ് എന്ന നേട്ടത്തിൽ നിന്ന് യു.ഡി.എഫ് പിന്നോട്ട് പോകുമെന്നാണ് സൂചന. ഇടതുമുന്നണിക്ക് ഇത്തവണയും പരാജയമാണ് പ്രവചിക്കുന്നതെങ്കിലും കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റിൽ നിന്ന് മുന്നോട്ട് പോകുമെന്നും ചില സർവേകൾ പറയുന്നുണ്ട്. എന്നാൽ എ.ബി.പി.സി വോട്ടർ സർവേ എൽ.ഡി.എഫ് സംപൂജ്യരാകുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഈ പുറത്തു വന്ന ഏകദേശം എല്ലാ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിലും ഏകദേശം ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് മിക്ക സർവേകളും പ്രവചിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായൊരു ഫലവും പുറത്തു വന്നിട്ടുണ്ട്. ഈ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടത് തട്ടിക്കൂട്ട് ഏജൻസി ഒന്നുമല്ല. ദേശബന്ധു പത്രത്തിൻ്റെ ഡിജിറ്റൽ ചാനലായ DB ലൈവ് ഇലക്ട് ലൈൻ ഓഫ് ഇന്ത്യ ഏജൻസിയുമായി ചേർന്ന് നടത്തിയ എക്സിറ്റ് പോൾ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ എക്സിറ്റ് പോളിൽ ബി.ജെ.പിയെ ഞെട്ടിക്കുവാനുള്ള എല്ലാ വസ്തുതകളും അടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യം ഭൂരിപക്ഷം മറികടന്ന് അധികാരത്തിലെത്തുമെന്നും എൻ.ഡി.എക്ക് കുറവുണ്ടാകുമെന്നുമാണ് പ്രവചനം നടത്തിയിട്ടുള്ളത്. എൻ.ഡി.എക്ക് 207, 241 വരെ സീറ്റുകൾ മാത്രമേ നേടാനാവുകയുള്ളൂ എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അതേസമയം ഇന്ത്യ സഖ്യം 255 മുതൽ 290 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നും പ്രസ്തുത സർവേയിൽ പറയുന്നുണ്ട്. കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഈ എക്സിറ്റ് പോൾ ഫലം തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് DB ലൈവ് പറയുന്നത്. നാളെ, അതായത് ജൂൺ 4 പുറത്തുവരുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏറ്റവും സാമ്യപ്പെടുന്നത് തങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളോട് ആയിരിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു. ദേശീയ തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നേടുന്ന കണക്കിനൊപ്പം സംസ്ഥാന തലത്തിൽ എത്ര സീറ്റുകൾ വീതം രാഷ്ട്രീയ പാർട്ടികൾ നേടുമെന്നുള്ള കണക്കും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ ഉത്തർപ്രദേശിൽ എൻ.ഡി.എക്ക് 46 മുതൽ 48 സീറ്റുകൾ വരെ ലഭിക്കാമെന്നാണ് സർവേയിൽ പറയുന്നത്. അതേസമയം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് 32 മുതൽ 34 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും പ്രവചനത്തിൽ വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് 28 മുതൽ 30 വരെ സീറ്റുകളും എൻ.ഡി.എക്ക് 18 മുതൽ 20 വരെ സീറ്റുകളും ലഭിച്ചേക്കുമെന്നാണ് പ്രസ്തുത എക്സിറ്റ് പോൾ സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കർണാടകയുടെ കാര്യമെടുത്താൽ കോൺഗ്രസിനാണ് മുൻതൂക്കം. കോൺഗ്രസ് 18 മുതൽ 20 സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചനം. ബി.ജെ.പിയും ജനതാദൾ എസ് സഖ്യവും 8 മുതൽ 10 വരെ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു. ബീഹാറിൽ എൻ.ഡി.എക്ക് 14 മുതൽ 16 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് പ്രവചനത്തിൽ പറയുന്നത്. അതേസമയം അവിടെ ഇന്ത്യ സഖ്യത്തിന് 24 മുതൽ 26 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. മധ്യപ്രദേശിൽ ബി.ജെ.പിക്ക് 24 മുതൽ 26 വരെ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിന് 3 മുതൽ 5 വരെ സീറ്റുകൾ അവിടെ ലഭിച്ചേക്കും എന്നാണ് സൂചനകൾ. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലം തൂത്തുവാരുമെന്നും എക്സിറ്റ് പോൾ പ്രവചിക്കുന്നുണ്ട്. പാർട്ടി 26 മുതൽ 28 വരെ സീറ്റുകൾ നേടുകയും ബി.ജെ.പിക്ക് 11 മുതൽ 13 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജസ്ഥാനിൽ ബി.ജെ.പി 17 മുതൽ 19 വരെ സീറ്റുകളും ഇന്ത്യ സഖ്യം 6 മുതൽ 8 വരെ സീറ്റുകളും നേടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് ലവ് ദത്ത എക്സിറ്റ് പോൾ ഫലങ്ങൾ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ജൂൺ 4 നിങ്ങളെല്ലാവരും കാണുന്ന കൃത്യമായ കണക്കുകൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലവ് ദത്ത ഈ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ എക്സിറ്റ് പോൾ സത്യമാകും. ജൂൺ 4 ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കും എന്ന അടിക്കുറിപ്പും കോൺഗ്രസ് നേതാവ് എക്സിറ്റ് പോൾ ഫലം ട്വീറ്റ് ചെയ്തുകൊണ്ട് നൽകിയിട്ടുണ്ട്. എല്ലാ പ്രധാന എക്സിറ്റ് പോൾ സർവേകളും ബി.ജെ.പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം പ്രവചിക്കുമ്പോഴാണ് വ്യത്യസ്തമായ പ്രവചനവുമായി DB ലൈവ് എത്തിയത്. എന്നാൽ തങ്ങളുടെ സർവേ ഫലമാണ് ഏറ്റവും കൃത്യമെന്നും വിശ്വസിക്കാൻ സാധിക്കുന്നതെന്നും ഇവർ അവകാശപ്പെട്ടിട്ടുണ്ട്. അതേസമയം 2019 303 സീറ്റുകളായിരുന്നു എൻ.ഡി.എ നേടിയത്. ഇത്തവണ അത് 400 കടക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുന്നത്. ആ അവകാശവാദത്തെ പാടെ തകർക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് DB പുറത്തുവിട്ടിരിക്കുന്നത്.